ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇന്നത്തെ സെക്ഷൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞായിരുന്നു. അതിൽ കുറച്ച് ടേംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. സോ ആ ടേംസ് നിങ്ങൾ കറക്റ്റിന് അറിഞ്ഞേക്കുക. ക്യാരി ഓവർ മൊമെൻറ്റ് എന്താണ്, ക്യാരി ഓവർ ഫാക്ടർ എന്താണ്, ദെൻ സ്റ്റിഫ്നെസ് വാല്യൂ, വാട്ട് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞേക്കുക. ദെൻ മൊമെൻറ്റ് എന്താണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്. അനാലിസിസ് സ്റ്റെപ്സ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റിന് ആ സ്റ്റെപ്സ് മനസ്സിലാവും. ഈ പ്രോബ്ലം നോക്കിയിട്ട് നമ്മൾ ഇനി ഒന്നും കൂടി ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ ക്ലിയർ ആവും എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീംസ് ആൻഡ് അനാലിസിസ് ഓഫ് ഫ്രെയിംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീംസ് ആണ്. ബീംസിൻ്റെ അനാലിസിസിൽ ഫസ്റ്റ് അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് ഫിക്സഡ് എൻഡ്. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന എൻഡുകൾ ഫിക്സഡ് ആണെങ്കിൽ ഹൗ വി ക്യാൻ അനലൈസ് എ കണ്ടിന്യൂസ് ബീം ബൈ യൂസിങ് എന്താണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ബി സി, എ ആൻഡ് സി ആർ ഫിക്സഡ്. എ ബിയിൽ എന്താ യുഡിഎൽ ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ബി സി പോർഷൻ ഈസ് ആൻഡ് എക്സെൻട്രിക് ലോഡിംഗ് ഈസ് ആക്ടിങ്. സോ വാട്ട് ഈസ് ദ സ്റ്റെപ്സ് ഇൻ ദ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ്. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ each span as fixed and determine the fixed end moments due to the given external load. ഇത് നിങ്ങൾക്ക് ചെയ്യാനറിയാം, നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ ചെയ്തതാണ്. And second step is we have to determine the distribution factor. Okay, for distribution factor നമുക്കറിയാം. What is the equation for distribution factor? K by sigma K is distribution factor. And ഒരു ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന എന്താണ്, ഒരു ജോയിൻറ്റിൽ ഒരു മൊമെൻറ്റ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റ് എന്താ അത് മീറ്റ് ചെയ്യുന്ന ബാക്കി മെമ്പേഴ്സിലോട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് എത്ര എമൗണ്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് ബി എന്ന് പറയുന്ന ഇതാണ് ജോയിൻറ്റിലാണ് എന്തുണ്ടാവുന്നത്, മൊമെൻറ്റ്. ഈ രണ്ട് മെമ്പേഴ്സ്, ഈ ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ രണ്ട് മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, ബി സിയും അതുപോലെ തന്നെ ബി എയും. 2 മെമ്പേഴ്സ് ആർ മീറ്റിംഗ്. സോ ജോയിൻറ്റിൽ ഒരു എക്സസ് മൊമെൻറ്റ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ഫാർ എൻഡുകളിലോട്ട്, ദാറ്റ് ഈസ് ബിയുടെ ഫാർ എൻഡ് സിയും എയും ആണ്. ബി ആണ് നിയർ എൻഡ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ബിയുടെ ഫാർ എൻഡ് ഏതൊക്കെയുണ്ട്, സിയും ഫാർ എൻഡാണ്, എയും ഫാർ എൻഡാണ്. ഓക്കെ, സോ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഒരു 50 കിലോ ന്യൂട്ടൺ ആണ് ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 50 കിലോ ന്യൂട്ടൺ മീറ്റർ എക്സസ് മൊമെൻറ്റ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 50 കിലോ ന്യൂട്ടൺ മീറ്ററിനെ ഞാൻ ജോയിൻറ്റിൽ നിന്ന് മറ്റേ രണ്ട് മെമ്പേഴ്സിലോട്ട് എന്ത് കൊടുക്കും, ക്യാരി ഓവർ ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു എക്സസ് ആയിട്ട് പ്രഷർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രഷറിനെ നമ്മൾ അടുത്തുള്ള ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഒരു ജോയിൻറ്റിൽ എക്സസ് ആയിട്ട് മൊമെൻറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജോയിൻറ്റ് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ആ ജോയിൻറ്റിലെ എക്സസ് മൊമെൻറ്റിനെ ആ ജോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്ന ബാക്കി മെമ്പേഴ്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ബേസിസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ എത്രയാണെന്ന് അറിയാനാണ് നമ്മൾ രണ്ടാമത് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ ഇവിടെ എത്ര ജോയിൻ്റ് ഉണ്ട്, ജോയിൻറ്റിലാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ഒരൊറ്റ ജോയിൻ്റേ ഉള്ളൂ ബി മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്, ബി എ ആൻഡ് ബി സി. അപ്പോൾ നമുക്ക് വേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈസ് കെ ബൈ സിഗ്മ കെ. സോ ആ മെമ്പറിൻ്റെ സ്റ്റിഫ്നെസ് വാല്യൂ ഡിവൈഡ് ബൈ ജോയിൻറ്റിലുള്ള സ്റ്റിഫ്നെസ്സിൻ്റെ സമ്മേഷൻ ഓഫ് സിഗ്മ കെ. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന ബി എയുടെ സ്റ്റിഫ്നെസ് വാല്യൂ അറിയണം, ബി സിയുടെ സ്റ്റിഫ്നെസ് വാല്യൂ അറിയണം. ഓക്കെ, സോ ബി ആണ് നമ്മുടെ ഇതാണ് നമ്മുടെ നിയർ എൻഡ്, ദിസ് വൺ ഈസ് ദ ഫാർ എൻഡ് ആൻഡ് ഇതും എന്താണ്, ബിയുടെ ഫാർ എൻഡ് ആണ്. അപ്പോൾ ഇഫ് ദ ഫാർ എൻഡ് ഈസ് ഫിക്സഡ് ദെൻ കെ വാല്യൂ എന്തായിരിക്കും, 4EI/L. സോ ബി ആണ് നമ്മുടെ നിയർ എൻഡ്, ബിയുടെ ഫാർ എൻഡ് എ ആണ്, എ ഫിക്സഡ് ആണ്. സോ കെ വാല്യൂ എന്തായിരിക്കും, 4EI/L ആയിരിക്കും. ഇവിടെയും ബിയുടെ ഫാർ എൻഡ് ഇത് ഫിക്സഡ് ആണ്. സോ കെ വാല്യൂ ഈസ് 4EI/L. ഐയുടെ വാല്യൂ എല്ലിൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. സോ 4E ഇൻറ്റു I value of BI is 3I/L and 4E into 2I/L. Summation of
സമ്മേഷൻ ഓഫ് സ്റ്റിഫ്നെസ് വാല്യൂ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം, ഈ ജോയിൻറ്റിലുള്ള സ്റ്റിഫ്നെസ് വാല്യൂൻ്റെ സമ്മാണ് 10EI/3 ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് BA ഈസ് എന്താണ്? സ്റ്റിഫ്നെസ് ഓഫ് BA, ദാറ്റ് ഈസ് 4E × 3I/6 ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് K. അതുപോലെ 4EI × 2I/6 അതാണ് സ്റ്റിഫ്നെസ് ഓഫ് BC. BCയുടെ സ്റ്റിഫ്നെസ് ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, സമ്മേഷൻ ഓഫ് സ്റ്റിഫ്നെസ് അറ്റ് ദി ജോയിൻറ്റ് B ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ നമുക്ക് എന്താ ഇതിനകത്തുനിന്ന് ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിയിൽ ഒരു 40 kN ആണ് എക്സസ് ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 0.6 40യുടെ 60% അതാണ് 0.6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ 0.6 വാല്യൂ 40 × 0.6 ഞാൻ BAയിലേക്കും കൊടുക്കണം, 40 × 0.4 വാല്യൂ ഞാൻ എങ്ങോട്ടും കൊടുക്കണം? BCയിലോട്ടും കൊടുക്കണം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ നിങ്ങൾ അറിയേണ്ടത് the summation of distribution factor at a joint is always 1 ആയിരിക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് എത്രയാണോ അത് രണ്ട് സ്ഥലത്തോട്ടും ഒരു പർട്ടിക്കുലർ വാല്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 1 ആയിരിക്കും വരേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഇത് 60%-ഉം 40%-ഉം ആണെന്നുണ്ടെങ്കിൽ 60% ഓഫ് ദി അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഈസ് ക്യാരി ഓവർ ടു BA ആൻഡ് 40% ഓഫ് അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഈസ് ക്യാരി ഓവർ ടു BC. So 60 + 40 is 100. 100%-നെയാണ് നമ്മൾ 1 കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ that sum of distribution factor at a joint is always 1. ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് we have to determine the fixed end moments. Next determine the distribution factor at a joint. So joints എത്രയുണ്ടോ അത്രയും joints നമ്മൾ എഴുതുക. ഇനിയിപ്പോൾ ഒരു കണ്ടിന്യൂസ്, അടുത്തൊരു കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ ജോയിൻറ്റ് സിയും കൂടെ വരും. എന്നിട്ട് സിയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സും കൂടെ എഴുതി. സോ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലാണ് നമ്മൾ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എന്താ? ABC നമുക്ക് 3 സപ്പോർട്ടാണുള്ളത്, A, B ആൻഡ് C. B ആണ് എന്ത്? ജോയിൻറ്റ്. സോ ജോയിൻ്റ് ആകുമ്പോഴത്തേക്ക് ജോയിൻറ്റിലുള്ള മൊമെൻറ്റിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ജോയിൻറ്റിൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എൻട്രി ചെയ്യണം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ B എന്ന് പറയുന്ന ജോയിൻറ്റിലാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉള്ളത്. BAയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇവിടെയും മെൻഷൻ ചെയ്യുക, BCയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈ ഒരു ബോക്സിലും മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ റിമാർക്സിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. സോ B എന്ന് പറയുന്നതാണ് ജോയിൻ, A എന്ന് പറയുന്ന സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടാണ്, C എന്ന് പറയുന്ന സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടാണ്. ഓക്കെ, ആൻഡ് B എന്ന് പറയുന്ന ജോയിൻറ്റിൽ നമ്മളൊരു ലൈൻ വരച്ചു. ഫസ്റ്റ് യു ഹാവ് ടു എൻ്റർ ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. BA it is 0.6 and BC it is 0.4. Next we have to enter the fixed end moments. So fixed end moment of AB ഇതിൻ്റെ താഴെയായിട്ട് എഴുതുക. fixed end moment of AB is -90, fixed end moment of BA 90, fixed end moment of BC -31.11 and fixed end moment of CB is 62.22. So first ഈ ഒരു ടേബിൾ നിങ്ങൾ ഫോം ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എത്ര സപ്പോർട്ട്സ് ഉണ്ടോ അത്രയും എഴുതുക. ABCDE എന്ന് പറഞ്ഞ എത്ര സപ്പോർട്ട് ഉണ്ടോ അത്രയും സപ്പോർട്ട് എഴുതുക. ദെൻ ജോയിൻറ്റിൽ സെൻറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. ജോയിൻറ്റിലുള്ള അൺബാലൻസ്ഡ് മൊമെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എൻ്റർ ദി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ദെൻ എൻ്റർ ദി ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ്. ഇത്രയും വാല്യൂസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് രണ്ടും നമ്മൾ എൻ്റർ ചെയ്തു, ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഇനി ശ്രദ്ധിക്കുക പറയുന്നത്, ഇനി ജോയിൻറ്റിൽ ഉണ്ടാകുന്ന എക്സസ് മൊമെൻറ്റ്, ആ മൊമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഫാർ എൻഡുകളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. ക്ലിയർ? ദാറ്റ് ഈസ് ജോയിൻ്റ് എപ്പോഴും എന്തായിരിക്കണം? സ്റ്റേബിളായിട്ട് നിൽക്കണം. സോ ജോയിൻറ്റിൽ എക്സസ് ആയിട്ട് മൊമെൻറ്റ് ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ എക്സസ് മൊമെൻറ്റിനെ എഫക്റ്റിനെ അല്ലെങ്കിൽ ആ എക്സസ് മൊമെൻറ്റിനെ അടുത്തുള്ള അല്ലെങ്കിൽ അതുമായിട്ട് മീറ്റ് ചെയ്ത് നിൽക്കുന്ന മെമ്പേഴ്സിലോട്ട് എന്ത് ചെയ്യും? ക്യാരി ഓവർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് a clockwise 90 kilonewton meter and an anti-clockwise 31.11 kilonewton meter. Okay, അപ്പോൾ M of BA is a clockwise moment and M of BC is an anti-clockwise moment. So
ഇവിടെ എക്സസ് ആയിട്ട് നിൽക്കുന്ന മൊമെൻ്റ് എത്രയാണ്? ഇപ്പം നമുക്ക് ഇവിടെ ക്ലോക്ക് വൈസ് 90യും ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് 31.11. സോ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് 90 മൈനസ് 31.11. ആ വാല്യൂ ആണ് എന്ത്? എക്സസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. സോ ദാറ്റ് വാല്യൂ ഈസ് എ പോസിറ്റീവ് വാല്യൂ. 90 മൈനസ് 31.11 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, ആ പോസിറ്റീവ് വാല്യൂവിന് റെഡ്യൂസ് ചെയ്യാൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂ വേണം നമ്മൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ നോക്കേണ്ടത് 90 മൈനസ് 31.11 ദാറ്റ് വാല്യൂ ഇൻറ്റു 0.6 ആണ് നമ്മൾ ബി എയിലോട്ട് കൊടുക്കേണ്ടത്. 90 മൈനസ് 31.11 ഇൻറ്റു 0.4 ആണ് നമ്മൾ ബി സിയിലോട്ട് കൊടുക്കേണ്ടത്. സോ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. Okay, so unbalanced moment here it is 90 minus 31.11. That value is unbalanced moment. So that value into corresponding distribution factor. So ഒരു ജോയിൻറ്റിൽ ഉണ്ടാകുന്ന അൺബാലൻസ്ഡ് മൊമെൻ്റ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ദാറ്റ് അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് 90 മൈനസ് 31.11 ഇൻറ്റു 0.6 ആണ് 35.334. Okay, then 90 minus 31.11 into 0.4 ആണ് 23.556. സോ നമുക്ക് അൺബാലൻസ്ഡ് മൊമെൻറ്റ് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് വാല്യൂ വേണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുക്കാൻ. ദെൻ അൺബാലൻസ്ഡ് മൊമെൻ്റ് ഒരു നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ പോസിറ്റീവ് വാല്യൂ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ദാറ്റ് ഈസ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് തന്നെ എന്താണ് ഫാർ എൻഡുകളിലോട്ട് ജനറേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് തന്നെ ഫാർ എൻഡുകളിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് എക്സസ് ആയേ വരത്തുള്ളൂ. മൊമെൻറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ. സോ ഒരു അൺബാലൻസ്ഡ് മൊമെൻറ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മൊമെൻറ്റിനെ വേണം ഫാർ എൻഡുകളിലോട്ട് കൊടുക്കാൻ. ഓക്കെ, സോ ഈ ഒരു സ്റ്റെപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ബാലൻസിങ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന എക്സസ് മൊമെൻറ്റ് 90 മൈനസ് 31.11 ഈസ് ദ എക്സസ് മൊമെൻറ്റ്. ദാറ്റ് മൊമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് സ്പാനിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര മൊമെൻ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് വരും. ഓക്കെ, സോ 90 minus 31.11 into 0.6 is 35.334 and 90 minus 31.11 into 0.4 is 23.556. ഇത് നെഗറ്റീവ് വന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അൺബാലൻസ്ഡ് മൊമെൻറ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ശ്രദ്ധിച്ചോളുക. ഇനി നെഗറ്റീവ് അൺബാലൻസ്ഡ് മൊമെൻറ്റ് നെഗറ്റീവ് ആണെന്ന് വന്നെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വാല്യൂ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. സോ ദിസ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ബാലൻസിങ്. ഓക്കെ, സോ ഇത്രയും ഈ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാർ എൻഡുകളിലേക്ക് ഇതിനെ ക്യാരി ഓവർ ചെയ്യണം. ഈ പ്രോസസ്സ് അതുപോലെ ചെയ്യാനേ നിവർത്തിയുള്ളൂ. കാരണം ദിസ് ഈസ് എ സ്റ്റെപ്പ്. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൻ്റെ സ്റ്റെപ്പ് ഇതാണ്. ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഫോളോ ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചു, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു, അടുത്ത മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ ABC എത്ര സപ്പോർട്ടുണ്ടോ അത്രയും സപ്പോർട്ടുകൾ മെൻഷൻ ചെയ്യുക. ജോയിൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജോയിൻറ്റിൽ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ വേറൊന്നും നോക്കുന്നില്ല. എത്രയാണോ ജോയിൻറ്റുകളിൽ ജനറേറ്റ് ചെയ്യുന്ന ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് അതിൽ എത്രയാണ് അൺബാലൻസ്ഡ് മൊമെൻ്റ് എന്ന് നോക്കുക. എക്സസ് ആയിട്ട് എത്ര മൊമെൻറ്റ് നിൽക്കുന്നു ആ മൊമെൻറ്റിനെ നമ്മൾ അതിൻ്റെ B എന്ന് പറയുന്ന ജോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്ന ഫാർ എൻഡുകളിലോട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ് ഡിസ്ട്രിബ്യൂഷൻ. എത്ര മൊമെൻ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് കിട്ടും. ദെൻ അൺബാലൻസ്ഡ് മൊമെൻറ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മൊമെൻറ്റ് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അൺബാലൻസ്ഡ് മൊമെൻറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് മൊമെൻറ്റ് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്യാരി ഓവർ. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഹാഫ് വാല്യൂ ക്യാരി ഓവർ എപ്പോഴും ഹാഫ് ആയിരിക്കും.
ഇതാണ് നിയർ എൻഡിൽ ആക്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മൊമെൻറ്റ്. അതിൻ്റെ ഹാഫ് എങ്ങോട്ട് പോവും? ഫാർ എൻഡിലോട്ട് പോവും. സോ ബിയുടെ ഫാർ എൻഡുകൾ ഏതൊക്കെയാണ്? എയും ഫാർ എൻഡാണ്, സിയും ഫാർ എൻഡാണ്. സോ ബി എയുടെ ഫാർ എൻഡ് എ ബി ആണ്. സോ എ ബിയിലോട്ട് എന്താ? ഹാഫിനെ ക്യാരി ഓവർ ചെയ്തു. ബി സിയുടെ ഫാർ എൻഡ് ഏതാണ്? സി ബി ആണ്. സോ സി ബിയിലോട്ട് ഹാഫിനെ ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സൈക്കിളിൽ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് സൈക്കിൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ബാലൻസിങ് എന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് സൈക്കിളിൽ എന്താണ്? അൺബാലൻസ്ഡ് മൊമെൻറ്റ് ജോയിൻറ്റിൽ എത്രയാണെന്ന് നോക്കി ദാറ്റ് മൊമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ എത്ര വാല്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നറിയാം. ആ മൊമെൻറ്റിനെ ഞാൻ ഫാർ എൻഡുകളിലോട്ട് എന്ത് ചെയ്യും? ഹാഫ് ക്യാരി ഓവർ ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ വീണ്ടും ജോയിൻറ്റിലോട്ട് നോക്കുക. ബി ആണ് ജോയിൻറ്റിൽ ഇവിടെ വാല്യൂസ് ഒന്നും ഇല്ലല്ലോ, വാല്യൂ ഒന്നും ഇല്ല. ജോയിൻറ്റിൽ വാല്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്താ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരൊറ്റ ജോയിൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ജോയിൻറ്റിലെ ഇവിടെ ഒരൊറ്റ ജോയിൻ്റ് അല്ലേ ഉള്ളൂ, ആ ജോയിൻറ്റിൽ ആ മൊമെൻറ്റിനെ ഫാർ എൻഡുകളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന എക്സസ് ഫോഴ്സിനെ ഞാൻ അടുത്തുള്ള 2 പേർക്കായിട്ട് വീതിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോഴത്തേക്ക് എന്തായി? ഞാൻ സ്റ്റേബിളായി. ആ ജോയിൻ്റ് എന്തായി? സ്റ്റേബിളായി. അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ബി എന്ന് പറയുന്ന ജോയിൻറ്റിലുള്ള അൺബാലൻസ്ഡ് മൊമെൻറ്റിനെ ഞാൻ എയിലേക്കും സിയിലേക്കും കൊടുത്ത് സ്റ്റേബിളാക്കി. ദെൻ ഇപ്പോൾ ജോയിൻറ്റിൽ നോക്കുമ്പോൾ ജോയിൻറ്റിൽ അൺബാലൻസ്ഡ് മൊമെൻ്റ് ഒന്നുമില്ല. സോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ കോളത്തിലുള്ള വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. എയ്ക്ക് താഴെ കിടക്കുന്ന എല്ലാ വാല്യൂസും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മൊമെൻറ്റ് കിട്ടും. ഈ ബിയുടെ ഇപ്പുറത്തെ പോർഷനിൽ കിടക്കുന്ന എല്ലാം ആഡ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. കോളം വൈസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ വാല്യൂ ആയിരിക്കും എന്ത്? ഫൈനൽ എൻ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വേറെ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ചെയ്യണ്ട. ജസ്റ്റ് ഫിക്സഡ് എൻ മൊമെൻറ്റ്സ് കാണുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാണുക, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുക. അതിനകത്ത് ജോയിൻറ്റിലുണ്ടാകുന്ന അൺബാലൻസ്ഡ് മൊമെൻറ്റിനെ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജോയിൻറ്റിൽ 54.666 മൈനസ് 54.666 ദാറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻ്റ് ആണ് ജോയിൻറ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ സോ ഫൈനൽ എൻ മൊമെൻറ്റ്സ് എം എ ബി ഇവിടുന്ന് കിട്ടും. എം ബി എ, എം ബി സി ആൻഡ് എം സി ബി കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രോ ബി എം ഡി ആൻഡ് എസ് എഫ് ടി. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോയിൻറ്റ് വരുമ്പോഴാണ് ഒരൊറ്റ ഡിസ്ട്രിബ്യൂഷനിലും ക്യാരി ഓവറിൽ നിൽക്കുന്നത്. ജോയിൻറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് 2 ജോയിൻറ്റിൽ നിന്നുള്ള വാല്യൂസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ജോയിൻറ്റിൽ. അത് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ ബൈ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഡ്രോ ബി എം ഡി ആൻഡ് എസ് എഫ് ടി. സോ ഇവിടെ 2 ജോയിൻ്റ് ഉണ്ട്, ബിയും സിയും. സോ ഫസ്റ്റ് യു ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ്, നമുക്കറിയാം. ഇനി അടുത്ത എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. Distribution factor is created at jointലാണ് ക്രിയേറ്റ് ആവുന്നത്. സോ ഹിയർ 2 joints are there, B and C. ബിയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇൻ ബി ഇറ്റ്സ് മെമ്പേഴ്സ് ആർ ബി എ ആൻഡ് ബി സി, ആൻഡ് ഇൻ സി ദ മെമ്പേഴ്സ് ആർ സി ബി ആൻഡ് സി ഡി. So we have to determine the distribution factor at each member, and distribution factor is equal to K by sigma K. K is the stiffness of the member and sigma K is the summation of stiffness at the joint. Okay, so ബി എന്ന് പറയുന്ന ഇതെടുത്തേ, ദിസ് ഈസ് ബി. ബിയുടെ ഫാർ എൻഡ് ഏതൊക്കെയാണ്? എയും സിയും ആണ് ഫാർ എൻഡ്. ഓക്കെ, സോ ബി എ എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് വാല്യൂ അറിയണം, ബി സി എടുക്കുമ്പോൾ ഇവിടുത്തെ സ്റ്റിഫ്നെസ് വാല്യൂ അറിയണം. ബിയുടെ ഫാർ എൻഡ് ഫിക്സ്ഡ് അല്ലേ? സോ ഫിക്സ്ഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? 4EI/L. ഓക്കെ, ഇനി ബിയുടെ ഫാർ എൻഡ് സി ആണ്. ഈ സി എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. ബട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? സി കഴിഞ്ഞിട്ടും വീണ്ടും സ്പാൻസ് ഉണ്ട്. സോ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു നോക്കുക, സ്റ്റിഫ്നെസ് വാല്യൂ കെയുടെ ഇക്വേഷൻ എന്താ? കെ ഈസ് 4EI/L ഇഫ് ദ ഫാർ എൻഡ് ഈസ് ഫിക്സഡ് ഓർ കണ്ടിന്യൂസ്. ഒന്നുകിൽ ഫിക്സഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നെങ്കിലും എന്താണ്? കെയുടെ വാല്യൂ 4EI/L ആണ്. ഇപ്പോൾ സി ഡി എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾക്ക് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ബിയുടെ ഫാർ എൻഡ് സി അതെന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് തന്നെയാണ്, കണ്ടിന്യൂവേഷൻ ഒന്നുമില്ല. അപ്പോൾ 3EI/L വന്നേനെ. ബട്ട് ഹിയർ ബിയുടെ ഫാർ എൻഡ് സി സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സ്പാൻ പോവുകയാണ്. സോ അവിടെയും എന്തായിരിക്കും?
4EI/L ആയിരിക്കും. ഓക്കെ, സോ 4EI/L ആൻഡ് 4EI/L ആൻഡ് സിഗ്മ കെ അറ്റ് ദ ജോയിൻറ്റ് ഈസ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിഗ്മ കെ കിട്ടും. ദെൻ ദിസ് കെ വാല്യൂ ഡിവൈഡ് ബൈ സിഗ്മ കെ ഈസ് 3/7 ആൻഡ് ദിസ് കെ വാല്യൂ ഡിവൈഡ് ബൈ സിഗ്മ കെ ഈസ് 4/7. ചെക്ക് ചെയ്ത് നോക്കുക. സമ്മേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അറ്റ് എ ജോയിൻറ്റ് ഈസ് ഓൾവൈസ് 1 ആയിരിക്കും. ഓക്കെ, ദെൻ ജോയിൻറ്റ് സി. സിയിൽ വെയിറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്? CB ആൻഡ് CD. സോ പ്രോബ്ലം നോക്കുക. സിയുടെ വെയിറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് CD ആൻഡ് CB. ഇതിൻ്റെ കെ വാല്യൂ വേണം, സിയുടെ ഫാർ എൻഡ് ഈസ് ബി സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ബട്ട് ഇത് എന്തായിട്ട് പോകുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. സോ 4EI/L. ഓക്കെ, സിയുടെ ഫാർ എൻഡ് D, ഇറ്റ് ഈസ് ഫിക്സഡ്, സോ ഓൾസോ 4EI/L. സോ 4EI/L വെച്ച് നമുക്ക് എന്ത് കിട്ടും? ഇത് വെച്ച് സം ചെയ്യുക. K/σk ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടും. ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ സം അറ്റ് എ ജോയിൻറ്റ് ഈസ് 1. സോ ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ സമ്മും 1 ആയിരിക്കും, സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ സമ്മും എപ്പോഴും 1 ആയിരിക്കും. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അറ്റ് എ ജോയിൻറ്റ് ഈസ് ഓൾവൈസ് 1. ഇനി അടുത്ത എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇവിടെ നമുക്ക് എത്ര സപ്പോർട്ടുണ്ട്? സപ്പോർട്ട് A, B, C ആൻഡ് D. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ജോയിൻറ്റ്? ബിയും സിയും എന്താണ്? ജോയിൻ്റ് ആണ്. സോ ബിയിലും സിയിലും ഞാനിങ്ങനെ ലൈൻ വരച്ചു. ഈ രണ്ട് സപ്പോർട്ടും എന്താണ്? ഫിക്സഡ് ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു എൻ്റർ ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ദ ജോയിൻറ്റ്. BA-യുടെയും BC-യുടെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും CB-യുടെയും CD-യുടെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും എഴുതി. നെക്സ്റ്റ് എൻ്റർ ദി ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ്. ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ എൻ്റർ ചെയ്തു. ഇത്രയാണ് നമുക്ക് അറിയാവുന്ന വാല്യൂസ്. ദെൻ ഇനി എന്ത് ചെയ്യണം? ഓരോ ജോയിൻറ്റിലും ജനറേറ്റ് ചെയ്യുന്ന അൺബാലൻസ്ഡ് മൊമെൻറ്റിനെ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ക്യാരി ഓവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 53.33 ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആൻഡ് -15 ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ റിസൾട്ടൻ്റ് എത്രയായിരിക്കും? 53.33 - 15 ആയിരിക്കും. സോ ദാറ്റ് വാല്യൂ ഇൻറ്റു ദ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 3/7 ഈസ് 16.427 ആൻഡ് 53.33 - 15 ഇൻറ്റു 4/7 ഈസ് 21.903. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്? നിങ്ങൾ അൺബാലൻസ്ഡ് മൊമെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് മൊമെൻറ്റ് വേണം എന്ത് ചെയ്യാൻ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, സോ ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ നിങ്ങൾ അറിയണം. സിയിൽ അൺബാലൻസ്ഡ് മൊമെൻറ്റ് എത്രയാണ്? ഒരു സ്ഥലത്ത് ക്ലോക്ക് വൈസ് 15 മറ്റേ സ്ഥലത്ത് -13, that is anti-clockwise 13. So the excess moment acting at that joint is an anti-clockwise 15 ആണ് ആക്ട് ചെയ്യുന്നത്. സോ നെഗറ്റീവ് മൊമെൻ്റ് ആണ് അൺബാലൻസ്ഡ് മൊമെൻറ്റ്. സോ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആണ്. സോ 15 × 4/7 ഈസ് 8.571 ആൻഡ് 15 × 3/7 ഈസ് 6.429. സോ ഈ വാല്യൂ വേണം ഞാൻ എന്ത് ചെയ്യാനായിട്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. സോ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അടുത്ത് എന്ത് ചെയ്യണം? അവിടെ വെച്ചിരുന്ന പോലെ ഇത്രയും വാല്യൂസാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഫാർ എൻഡുകളിലോട്ട് കൊടുക്കേണ്ടത്. സോ ഫാർ എൻഡുകളിൽ ഇവിടെ നിയർ എൻഡിൽ ജനറേറ്റ് ചെയ്യുന്ന അത്രയും വാല്യൂ ഫാർ എൻഡിലോട്ട് കൊടുക്കാൻ പറ്റില്ല. എപ്പോഴും ഫാർ എൻഡിലോട്ട് എത്രയും മൊമെൻറ്റേ ക്യാരി ഓവർ ആവത്തുള്ളൂ? ഹാഫ് ഓഫ് ദി മൊമെൻറ്റ് മാത്രമേ ക്യാരി ഓവർ ചെയ്യത്തുള്ളൂ. സോ 16 ഹാഫ് ഞാൻ എയിലോട്ട് കൊടുത്തു. ബിയുടെ ഫാർ എൻഡ് എയും ഉണ്ട്, സിയും ഉണ്ട്. സോ ഇതിൻ്റെ ഹാഫ് ഞാൻ എയിലോട്ടും കൊടുത്തു, ഇതിൻ്റെ ഹാഫ് ഞാൻ സിയിലോട്ടും കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ജോയിൻറ്റ് സിയിൽ ഫാർ എൻഡുകൾ ഏതൊക്കെയാണ്? ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. സോ സിയിൽ ഹാഫ് മൊമെൻറ്റ് ഞാൻ ബിയിലോട്ടും കൊടുത്തു, സിയുടെ ഹാഫ് മൊമെൻറ്റ് ഞാൻ ഡിയിലോട്ടും കൊടുത്തു. ഓക്കെ, സോ ഫസ്റ്റ് ക്യാരി ഓവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ക്യാരി ഓവർ ചെയ്തു. അപ്പോൾ ഒരു ജോയിൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ജോയിൻറ്റിലുള്ള മൊമെൻറ്റുകൾ ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോയിൻറ്റിലെ മൊമെൻറ്റുകളൊന്നും വരത്തില്ല. ബട്ട് ഇവിടെ രണ്ട് ജോയിൻ്റ് ഉള്ളത് കൊണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് സിയിലെ ജോയിൻറ്റിലെ അൺബാലൻസ്ഡ് മൊമെൻറ്റിനെ ഞാൻ ബിയിലോട്ടും ക്യാരി ഓവർ ചെയ്യും, ബിയുടെ അൺബാലൻസ്ഡിനെ ഞാൻ എങ്ങോട്ടും ക്യാരി ഓവർ ചെയ്യും, സിയിലോട്ടും ക്യാരി ഓവർ ചെയ്യും. സോ വീണ്ടും നിങ്ങൾ എന്താ ജോയിൻറ്റിലോട്ട് നോക്കുക. ബിയും സിയും അല്ലേ ജോയിൻറ്റ്. സോ
ഇവിടെ നിന്നൊരു ഹാഫ് ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പുറത്തുനിന്നൊരു ഹാഫ് ഇവിടെയും വന്നിട്ടുണ്ട്. സോ ഇവിടെ ജോയിൻറ്റിൽ വീണ്ടും എന്തായി, എക്സസ് മൊമെൻറ്റ് നിൽക്കുക. ദാറ്റ് ഈസ് ഇവിടെ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 കൊടുത്ത്, ഇവിടെ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 കൊടുത്ത്. ഇപ്പോൾ ബി എന്ന് പറയുന്ന ജോയിൻറ്റിലെ ക്ലോക്ക് വൈസ് 4.286 എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ സിയിൽ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് 10.952 എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ക്യാരി ഓവർ ചെയ്യണം. ദാറ്റ് ഈസ് എ ക്ലോക്ക് വൈസ് ഓഫ് 4.286 ഈസ് acting at the joint B. So 4.286 into corresponding distribution factor ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ കിട്ടും. 4.286 into ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതൊരു ക്ലോക്ക് വൈസ് അൺബാലൻസ്ഡ് മൊമെൻ്റ് ആയതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് വാല്യൂ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് അൺബാലൻസ്ഡ് മൊമെൻ്റ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസ് വാല്യൂ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. സോ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് ഞാൻ എങ്ങോട്ട് കൊടുക്കണം, ഫാർ എൻഡുകളിലോട്ട് ക്യാരി ഓവർ ചെയ്യണം. ഓക്കെ, വീണ്ടും ജോയിൻറ്റിലോട്ട് നോക്കുക. ജോയിൻറ്റിലോട്ട് നോക്കുമ്പോൾ വീണ്ടും എന്താ, ഈ മൊമെൻറ്റ് റെഡ്യൂസായി വരുന്ന നോക്കുക. ജോയിൻറ്റിലെ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഫസ്റ്റ് നമുക്ക് ഹൈ വാല്യൂ ആയിരുന്നു, ഇത് പിന്നെ ഇങ്ങനെ റെഡ്യൂസായി ഫൈനലി നെഗ്ലിജിബിൾ ആകുന്നത് വരെ നമ്മൾ ചെയ്യണം. ഓക്കെ, സോ ഇപ്പോൾ ജോയിൻറ്റിൽ വീണ്ടും ഒരു 3.129 എക്സസ് നിൽപ്പുണ്ട്, ഇവിടെ -1.225 എക്സസ് നിൽപ്പുണ്ട്. സോ ഇതിനെ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ക്യാരി ഓവർ ചെയ്യുക ഫാർ എൻഡുകളിലോട്ട്. വീണ്ടും ജോയിൻറ്റിലോട്ട് നോക്കുമ്പോൾ ഒരു ക്ലോക്ക് വൈസ് 0.35, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് 0.894. അതിനെ വീണ്ടും എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ ഇപ്പോൾ അൺബാലൻസ്ഡ് മൊമെൻറ്റ് വളരെ ചെറുതായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ 1 ബിലോ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ അൺബാലൻസ്ഡ് മൊമെൻറ്റ് 0.35 ഒരു സ്ഥലത്ത് -0.894 ആണ്. സോ എപ്പോഴും ഇത് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. സോ എപ്പോഴും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാവൂ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. സോ ഈ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ മൈന്യൂട്ടായിട്ടുള്ള മൊമെൻറ്റുകളായി മാറി. ദാറ്റ് ഈസ് നമുക്ക് 15ഉം 10ഉം 25ഉം ഒക്കെ എക്സസ് ആയിട്ട് നിന്ന സ്ഥലത്ത് ഇപ്പോൾ മൊമെൻറ്റ് എത്രയേ ഉള്ളൂ, -0.15ഉം 0.2 ഒക്കെ ഉള്ളൂ. സോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, കോളം വൈസ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻറ്റിൽ എന്തായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടി, SFD BMD വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, രണ്ട് ജോയിൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ജോയിൻറ്റിൽ നിന്നും എന്തുണ്ടാവും, ക്യാരി ഓവർ ഉണ്ടാവും. സോ ജോയിൻറ്റിൽ എക്സസ് ആയിട്ട് മൊമെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും, പക്ഷേ അത് റെഡ്യൂസായിട്ടാണ് വരുന്നത്. വരുന്ന മൊമെൻറ്റിനെ നമ്മൾ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് ഫാർ എൻഡുകളിലോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ദെൻ ജോയിൻറ്റിൽ എപ്പോഴാണോ ഒന്നിനേക്കാളും കുറവായിട്ടുള്ള മൊമെൻറ്റ് വരുന്നത്, ദാറ്റ് ഈസ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള മൊമെൻറ്റ് വരുന്നത്, അതുവരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ദാറ്റ് ഈസ് ഈ ഐട്രേഷൻ പ്രോസസ്സ്, ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണം. ഓരോ സൈക്കിളിലും ഡിസ്ട്രിബ്യൂഷനും ക്യാരി ഓവറും നടക്കും. ഓക്കെ, സോ ഈ പ്രോബ്ലം സെയിം തന്നെയാണ്. ഫസ്റ്റ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാണുക, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാണുക, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ +3 kN ആണ് എം ഓഫ് BA, -10 kN ആണ് എം ഓഫ് BC. സോ ഇവിടെ ഒരു അൺബാലൻസ്ഡ് മൊമെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്, -7 ആണ് ഇവിടെ അൺബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. എക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് 7 ആണ്. ഇവിടെ +10ഉം -2.67. സോ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് എക്സസ് ആയിട്ട് നിൽക്കുന്നത്. ക്ലോക്ക് വൈസ് ആണ് എക്സസ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എക്സസ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ബേസിസിലായിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ വരുന്നത് -7 × 8/11 ആണ് 5.091. -7 × 3/11 ആണ് 1.909. ഓക്കെ, അതുപോലെ ഇത്. സോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ക്യാരി ഓവർ ചെയ്യുക. രണ്ട് ജോയിൻറ്റ് വരുമ്പോൾ വീണ്ടും നമുക്ക് ജോയിൻറ്റിൽ അൺബാലൻസ്ഡ് മൊമെൻറ്റ് വരും, അതിനെ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ക്യാരി ഓവർ ചെയ്യുക. ദെൻ ജോയിൻറ്റിൽ എന്താ, നെഗ്ലിജിബിൾ മൊമെൻ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നോക്കിയേ, -0.13 ആൻഡ് 0.136. സോ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. ഇതിനെ ക്യാരി ഓവർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത്. ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. ദെൻ കോളം വൈസ് ആഡ് ചെയ്യുക, ആഡ് ചെയ്തിട്ട് ഫൈനൽ എൻ മൊമെൻറ്റ്സ് കാണുക, BMD SFD വരയ്ക്കുക. ഓക്കെ, അപ്പോൾ 3 മൊമെൻറ്റ് തിയറത്തിൽ
മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ അറിയേണ്ടത് ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുക, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ടേബിളിനാണ് വെയിറ്റേജ് കൂടുതൽ. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കറക്റ്റിന് ചെയ്യുക. ദാറ്റ് ഈസ് ഓരോ ജോയിൻറ്റിലുമുള്ള അൺബാലൻസ്ഡ് മൊമെൻറ്റ്, ആ മൊമെൻറ്റ് എത്രയാണെന്ന് നോക്കുക. ഇഫ് ദ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ് വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് എ നെഗറ്റീവ് മൊമെൻറ്റ്. നെഗറ്റീവ് മൊമെൻറ്റ് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. സോ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അതിൻ്റെ ഹാഫ് ഓഫ് ദ വാല്യൂ ഈസ് ക്യാരി ഓവർ ടു ദി ഫാർ എൻഡ് ആൻഡ് കണ്ടിന്യൂ ദ പ്രോസസ് ഓർ കണ്ടിന്യൂ ദ സൈക്കിൾ till the unbalanced moment at the joint becomes negligible. Negligible ആകുന്നത് വരെ we have to continue the process. Okay. സോ കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, അത് ചെയ്ത് നോക്കുക. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും എങ്ങനെയാണ് ഇത് ചെയ്ത് പോകുന്നതെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.